സെക്രട്ടറി അസിസ്റ്റൻറ്റിൻ്റെ സിലബസ് വന്നോന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഗൂഗിളിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യുക, സെക്രട്ടറി അസിസ്റ്റൻറ്റ് കേരള PSC സിലബസ്. അപ്പോൾ ആദ്യം വരുന്ന ലിങ്ക് ഉണ്ടല്ലോ, അതിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. പിന്നെ നമുക്ക് കുറേ ഡീറ്റെയിൽഡ് സിലബസിൻ്റെയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഫിൽട്ടർ ചെയ്യണം. ജസ്റ്റ് ചിലതിനൊക്കെ കാറ്റഗറി നമ്പർ കൊടുത്തിട്ടുണ്ട് 2022-ൻ്റെ, പക്ഷേ റീസെൻ്റായിട്ട് അപ്ലോഡ് ചെയ്തതിനൊന്നും കാറ്റഗറി നമ്പർ അവർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അപ്പം നമ്മുടെ നോട്ടിഫിക്കേഷനകത്ത് 2025 ജാനുവരി 1 അപ്പം നമുക്ക് അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ സിലബസ് 2025. സോ ഈ 2 കാര്യങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ ഇതുവരെ. അതെന്ന് പറയുന്നത് മെയിൻ എക്സാമിനേഷൻ്റെ ആണ്. അപ്പം മെയിൻ എക്സാമിനേഷൻ ഫോർ പേപ്പർ 1 ആൻഡ് ഫോർ പേപ്പർ 2 അതാണ് വന്നിരിക്കുന്നത്. പേപ്പർ 1 ആണ് ഡീറ്റെയിൽ സിലബസ്. ഞാൻ സിലബസിൻ്റെ ഒന്ന് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഒരു വീഡിയോ. കാരണം കുറച്ചേറെ നേരത്തെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചേറെ തന്നെ പഠിക്കാനുണ്ട്. പിന്നെ പേപ്പർ 2 എന്ന് പറയുമ്പോൾ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റിനെ പറ്റിയും പിന്നെ മോഡൽ എക്കണോമി ആൻഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് ദെൻ എൻവിറോൺമെൻറ്റ്, ക്ലൈമറ്റ് ഡിസാസ്റ്റർ, അങ്ങനെ കുറച്ച് അധികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ ഗവേണൻസ് ഒക്കെ ഉണ്ട്. സോ നന്നായിട്ട് പഠിക്കുക കേട്ടോ. നല്ലൊരു ഒരു പ്രോപ്പർ സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കുക. കുത്തിയിരുന്ന് ഒരുപാട് പഠിക്കുകയല്ല, പക്ഷേ ആ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് കിട്ടാൻ പറ്റും. കാരണം ഇത്രയധികം കോമ്പറ്റീഷൻ വരും, ഇത്രയധികം ഇത് വരുമ്പോഴത്തേക്കിനും ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള, ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഹാർഡ് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ സ്മാർട്ട് വർക്ക് ചെയ്ത് നന്നായിട്ട് പ്രയത്നിച്ചിട്ടുള്ളവർ മാത്രമേ മുന്നിൽ വരത്തുള്ളൂ. സിലബസ് എന്ന് പറയുന്നതിന് അത്രയ്ക്ക് ഡീപ്പ് ഡൈവ് ആണ് അല്ലേ. അപ്പം സോ ഞാൻ ഈ സിലബസിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം, വേണ്ടവർ ജസ്റ്റ് ചെക്ക് ചെയ്യുക. താങ്ക് യു.